മാഡം ഇവിടെ നമ്മൾ ആ ബ്ലോഗ് ഇട്ടത് ഓപ്പൺ ചെയ്യുകയാണ്. ഈ ബ്ലോഗിൽ ഇതാണ് ഡാഷ്ബോർഡ്. അപ്പോൾ ഇതാണ് ടൈറ്റിൽ ഇമേജ് വരുന്നില്ല എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഈ നമ്പേഴ്സ് വരാൻ കാരണം ഇതിപ്പം നമ്മൾ ഇട്ട ബ്ലോഗിൻ്റെ കണ്ടൻറ്റ് നമ്പറാണ് കാണുന്നത്. ബ്ലോഗിൻ്റെ നമ്പേഴ്സ് ഇപ്പം 10ാമത്തെ ബ്ലോഗ് 11, 12, 13, 14, 15, 16 കഴിഞ്ഞ് ഇത് രണ്ടെണ്ണം ഡിലീറ്റ് ആയപ്പം ഈ 19 എന്നുള്ളത് നമ്മുടെ റെഫറൻസിന് വേണ്ടി കാണുന്ന നമ്പറാണ്. ഇത് ഫ്രണ്ട് പാനലിൽ വന്നിട്ട് നോക്കുന്ന കസ്റ്റമർക്ക് ഈ നമ്പർ കാണത്തില്ല. ഇതിപ്പോൾ നമ്മൾ 19ാമത്തെ ബ്ലോഗാണ് ഇട്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റെഫറൻസ് നമ്പറാണ്. അപ്പോൾ ഈ നമ്പർ നമുക്ക് മറ്റേ ഫ്രണ്ട് പാനലുമായിട്ട് ലിങ്ക് ഇടില്ല. ഈ 10 മുമ്പ് നമ്മൾ ഇവിടുന്ന് ടെസ്റ്റിങ്ങിൽ ചെയ്ത് കുറേ ബ്ലോഗ്സ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 നിന്ന് തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കണ്ടൻറ്റ് എന്തുകൊണ്ട് ടൈറ്റിൽ ഇമേജ് വരുന്നില്ല എന്ന കാര്യം, ഇപ്പോൾ ഈ ഇമേജ് കോപ്പി ഇമേജ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഫോട്ടോഷോപ്പാണ് ഉള്ളത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാണ്. ഇമേജ്, അപ്പോൾ ഇതിൻ്റെ ഇമേജ് സൈസ് എത്രയാണെന്ന് പറയുമ്പോൾ 1000 ആണുള്ളത്. ഇത് ജസ്റ്റ് ഞാനൊരു 500 സൈസിലേക്കാക്കാം. 500 സൈസിലേക്കാക്കിയിട്ട് ജസ്റ്റ് സേവ് ആസ് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റ് ഓണസ്റ്റ് ടൈം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുമായിട്ട് ചെറിയൊരു ഇമേജ് നമ്മൾ അപ്ലോഡ് ആക്കിയാൽ മതി. ഇപ്പം ഞാൻ ഈ കണ്ടൻറ്റ് തന്നെ ഒന്നും കൂടെ കോപ്പി ചെയ്യുകയാണ്. വേർഡിൽ പോവുക, പോയിട്ട് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ഇതിനകത്ത് ഈ താഴത്തെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. കോൾ ടു ആക്ഷൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാം. കീവേഡുകൾ ആവശ്യമില്ല. ഇന്ന് തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഓക്കെ. ഈ ഇത്രയും കണ്ടൻറ്റ് ഇപ്പം ഇതിൻ്റെ ഹെഡിങ് നമുക്ക് ഇത് തന്നെ ആക്കാം. കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ന്യൂ ബ്ലോഗ് കൊടുത്തു. ഇവിടെ ആ ഇമേജ് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഇമേജ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ ഇതിങ്ങോട്ട് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തിട്ട് സേവ് കൊടുത്തു. സേവ് കൊടുത്ത് കുറച്ച് കഴിയുമ്പം ഈ ബ്ലോഗ് ഇവിടെ 20ാമത്തെ ബ്ലോഗായിട്ട് വന്നു. ഇനിയിപ്പോൾ നമുക്കിത് വെബ്സൈറ്റ്സിൽ എങ്ങനെ വരും എന്നുള്ളത് കാണാം. വെബ്സൈറ്റ്സിൽ വന്നു. ഇപ്പം നമുക്ക് ഇത് മൊബൈലിലാണ് കോപ്പി ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ കോപ്പി ചെയ്യാം. നമ്മൾ നേരെ ഉണ്ടോ ഇതിലും വന്നിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിലും വരും, മൊബൈലിലും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്തത്. ഇതിപ്പോൾ മൊബൈലിലും വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് അഡ്മിനിൽ പോയിട്ട് ആ ഇമേജ് അങ്ങോട്ട് 19ാമത്തെ ബ്ലോഗ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് അവിടെ ഇവിടെ നോക്കിയോളൂ. 16 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കി 20ലേക്ക് വന്നു. സോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഇമേജ് ഫോട്ടോഷോപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ചെറിയ ഒരു 500 ഹൈറ്റും 500 വിഡ്ത്തുമുള്ള, അതായത് ഇങ്ങനെ 500 ഇങ്ങനെ 500 ഇമേജ് സൈസ് നോക്കിയാൽ 500 ഹൈറ്റും 500 വിഡ്ത്തും പിക്സലുള്ള ഇമേജ് നമുക്ക് നോർമലി ആകും. നോർമലി ഒരു 90% ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതാകും. ഇത് സാറ് ചെയ്തത് കുറച്ച് വലിയ ഇമേജ് ആയിപ്പോയി, അതുകൊണ്ടാണ്. താങ്ക് യു.